സുന്ദരിയും സുശീലയുമായ ഹിന്ദു യുവതി വരനെ തേടുന്നു. പ്രായം പ്രശ്നമല്ല. പ്യാരിയേ, ആ പ്യാരി, എന്താച്ചാ ഇവിടെ നിന്ന് വന്നേ. ഇവിടെ വാടാ. എന്തേ? എടാ, ഇതിലൊരു നല്ല കേസ് വന്നിട്ടുണ്ടല്ലോ. മാട്രിമോണി നോക്കാൻ വിളിച്ചാണോ? ഇതാണ്ടാ, എന്താണ്? സുന്ദരിയും സുശീലയുമായ ഹിന്ദു യുവതി വരനെ തേടുന്നു. പ്രായം പ്രശ്നമല്ലാന്ന്. ഇതൊക്കെ അവര് പരസ്യത്തിൽ അങ്ങനെ പറയും. നമ്മ ബന്ധപ്പെട്ട് കഴിയുമ്പോ അവർക്കില്ലാത്ത ഡിമാൻഡ് ഉണ്ടാവൂല. ഇപ്പൊ സൗന്ദര്യം ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ, സമ്പത്തുണ്ടല്ലോ. സൗന്ദര്യത്തിന്റെ എല്ലാ അവരുടെ ഡിമാൻഡും നമ്മുടെ കാര്യങ്ങളും കൂടി ഒത്തുവരണ്ടേ? ഇത് എത്രയായി നമ്മൾ അയക്കണത്? ഇത് ഏതെങ്കിലും ഒന്ന് തെരഞ്ഞു കണ്ടുപിടിക്കണ്ടേ? അതെ, സുഗതൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സുഗതൻ നല്ലൊരു കേസ് തന്നെ 2-3 വട്ടം വിളിച്ച്. മാപ്പ എങ്ങോട്ടാ പോണം നോക്ക്. ഓരെ പരിചയപ്പെടണോലു. എന്താ അങ്ങോട്ട് പോണേ? ഞാൻ ഈ അയൽവക്കത്തേക്കല്ല ഇപ്പൊ പോണേ. എന്തിനപ്പോ നിങ്ങള് വയസ്സാകാലത്ത് നിങ്ങൾ അങ്ങോട്ട് പോണേ? ഞാൻ പോവും. ഞാൻ പറഞ്ഞേക്ക് മീൻ വാങ്ങാൻ പോയിട്ട് നിങ്ങൾ തല കറങ്ങി ഓർമ്മ പ്രഷർ കൂട്ടിട്ട് ഏടാ ഈ സാധനം മരങ്ങൾ കൊണ്ട് ഈ മതലിന്റെ അപ്പുറത്തേക്ക് പോകണേനോ? അതെ, ഒരു പുതിയ താമസക്കാരാണ്. ഒരു ഇവിടെ വന്ന് നമ്മളെ കാണണം. അതാ വേണ്ട, അല്ല നമ്മൾ അങ്ങോട്ട് പോയി കാണില്ല. എന്റെ ആ ഞായൊക്കെ ഈ മനസ്സിൽ വെച്ചാൽ മതി. ഇതിപ്പോ പുതിയ ആൾക്കാരാണ്. എന്തിനിപ്പോ ഒന്നാമത്തെ അങ്ങോട്ട് വരണം വാശി പിടിക്കണേ. ഞാൻ ഇപ്പൊ ഇന്നലെ റോട്ടിൽ നിന്ന് അയാളെ കണ്ട്, അയാൾ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു പോലുമില്ല. ഓരൊക്കെ വലിയ ആൾക്കാരാണ്. എന്താ കുട്ടിയാർക്ക് ഇതുവരല്ലേ ഈ പോണേ? മാപ്പ ഓരൊക്കെ വലിയ ആൾക്കാരാണ്. എന്തിനാ നമ്മൾ അങ്ങോട്ട് പോയി നാണം കാണാൻ നിക്കണേ? ഏടാ മോയിതോ, വലിയോരായാലും ചെറിയോരായാലും മനുഷ്യന്മാരല്ലടാ അല്ലേ? എന്തിനാ നമ്മളെ ആ ജാതി മനസ്സിൽ വെറും മനസ്സിൽ വെച്ച് നടക്കണേ? അങ്ങനെ കേൾക്കൂല. കേൾക്കൂല തന്നെയാണ്. ഇനിയിപ്പോ ഞാൻ എന്നോട് എന്തെങ്കിലും പറയുമ്പോ ഞാൻ കേൾക്കാണ്ടൊക്കെ എന്തെങ്കിലും പറയും. അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞുതരാം. എന്ത് പറയണ എന്നോട്? എന്ത് ഒരു പെര കുത്തിരിക്കണം, അതാ വണ്ടിയായി. അതെ, ഇനി അവിടെയാണ് പോയി വന്നിട്ട് ഞാൻ വരില്ല കേട്ടോ, എടുക്കാനൊന്നും. അന്നോടൊന്നും അയാൾ ചിരിച്ചു കാട്ടിയില്ല വെച്ചിട്ട് അയാളെന്താ പല്ലിന്റെ പരസ്യത്തിന് നിൽക്കുക. ഒന്ന് പോയോ ചായ എടുത്തേക്ക്. അല്ല, ഈ വീട്ടില് കല്യാണം നടക്കൂന്നാണ് ലക്ഷണം. അതെ, ആരാത്? അതിലെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആക്രി കോയാണ്. ആക്രിക്കോയെ? ആക്രി സാധനങ്ങളൊക്കെ എടുക്കുന്ന ആളാണ് കോയ. കയറലെന്ന് പറ. അല്ല, അച്ഛൻ പറ. ഇങ്ങോട്ട് കയറലെന്ന് പറയണ പോയിട്ട്. എങ്ങനെ ഇപ്പൊ തുറക്കല്ലേ. എന്താ ആരുല്ലേ? എന്താണ് ഗേറ്റ് അടക്കേ. അല്ല, ഞാൻ ഇപ്പൊ പോണ്ടല്ലേ. ഗേറ്റ് അടക്കേ. നിങ്ങള് ഗേറ്റ് അടക്കണ? അത് അടക്കേന്ന്. എന്താണ് കാര്യം? എന്താണ്? അല്ല, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോവാ. ഞാൻ അങ്ങോട്ട് വരാ. എന്താ കാര്യം? എന്താ ചോദിച്ചാ എത്ര ദിവസമായി നിങ്ങൾ ഇവിടെ വന്നിട്ട്? നിങ്ങൾ ആരെയും അങ്ങനെ കാണാനില്ലല്ലോ ഒന്നും. ഇല്ലല്ലേ, ഞങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. എന്റെ പേര് കോയാന്നാണ്. എന്റെ വീടാണ് ആ കാണണേ. ആയിക്കോട്ടെ. എനിക്ക് പഴയ ആക്രി കച്ചവടക്കാരനാ ഞാൻ. ഇവിടെ ഒന്നുമില്ല, പഴയതൊന്നുമില്ല, പണിയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇരിക്കട്ടെ. ഞാനേ നടന്നിട്ട് കാല് കാഴ്ചിട്ട് വയ്യ. ഞാനപ്പോ നിങ്ങളൊന്ന് കാണാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്നിട്ട് അപ്പൊ ഇത് മകനാ? ഇത് മകനാ. എന്താ പണി? അങ്ങനെ പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല. പണിയൊന്നും ആയില്ലേ? ഞാന് ആക്രി കച്ചവടമൊക്കെ ഞാൻ തുടങ്ങിയത് പറഞ്ഞാൽ എന്റെ ഒരു 9ാമത്തെ വയസ്സിൽ തുടങ്ങിയേക്കണേ. അങ്ങനെ അധ്വാനിക്കണേ. അപ്പഴേ എന്റെ ഒരു ഇതല്ലോ. നിങ്ങക്ക് എന്താ പണി? എനിക്ക് ഒരു പണിയില്ല. ഒരു പണിയില്ലേ? അപ്പൊ ആരപ്പ എന്റെ വാടക കൊടുക്കണേ? നിങ്ങള് കൊടുത്തോളി. ശരി. അല്ല തമാശക്കാരല്ല നിങ്ങള്. ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയാളി. ഇതാ കഴിഞ്ഞ വീട്ടുകാർ വന്നപ്പോ വെച്ചുണ്ടാക്കി അവറ്റക്ക് നോട്ടൊന്നുമില്ല. കണ്ണ് കണ്ട പച്ചര പാമ്പൊക്കെ കയറും വീടിന്റെ ഉള്ളിൽ. ഇറങ്ങല്ലേ? അതൊക്കെ നേരണ്ട്. ഇക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ പണിക്കൊന്നും ഞാൻ ഇപ്പൊ ഒന്നിനും പോകുന്നില്ല. അവൻ മോനപ്പോ നമുക്ക് ഇച്ചിരി തിരക്കണ്ടായി. നിങ്ങളല്ല ഇപ്പൊ രണ്ടാളൊരു പണിയില്ലാണ്ട് ഊത്തിരിക്കാ പറഞ്ഞു. പിന്നെന്തൊക്കെ തിരക്ക്? ഞാനേ നിങ്ങളിലൊന്നും ഇപ്പൊ ഒരാഴ്ചയിൽ ഇവിടെ വന്ന് താമസിക്കണം. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നിങ്ങളിലൊന്നും കാണാനില്ല, പുറത്തൊക്കെ കാണാനില്ല. ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ശരി. പിന്നെ ഞങ്ങൾ ഈ മറ്റുള്ള ആളുകളുടെ മാതിരി ഈ വീട് കൂടെ അങ്ങനെ തേണ്ടി നിരക്കി നടക്കുന്ന സ്വഭാവമൊന്നും ഞങ്ങൾക്ക് ഇല്ല പൊതുവെ.
അത് നല്ല തന്നെയാണ്, അതിന്റെ ആവശ്യമില്ല. അല്ല എന്നാലും അയൽവക്കക്കാരെക്കാട്ടിലൊരു ബന്ധമൊക്കെ വേണല്ലോ. എന്തിനാ എന്തിനാ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നല്ല ആളുകളാണെങ്കിലൊക്കെ ഇപ്പൊ അത് വേണ്ടൂന്ന്. അല്ല വേണം, നല്ല ആൾക്കാരാണല്ലോ. ഇത് കൂറിയും പെറുക്കി നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ വഴിയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങള് നാട്ടുകാരൊക്കെ പാടെ ഇറങ്ങിയിട്ടുണ്ടാക്കിയതാ. ഇതൊക്കെ ഒരു ഇടവഴിയായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒന്ന് കൂട്ടായ്മയിലൊക്കെ എല്ലാവരും ഒരു ബന്ധമൊക്കെ ഉണ്ടെങ്കിലാണ് ഇപ്പൊ ഇതൊക്കെ ഒരു നാട്ടിൽ. എല്ലാ വഴികളും മുമ്പ് ഇതേപോലെ ഇടവഴി ഇതൊക്കെ തന്നെ ആയിരുന്നു. അത് അവിടെയുള്ള ആളുകളൊക്കെ പാടെ കൂടിയിട്ട് തന്നെയാണ് പിന്നെ റോഡായത്. അതിപ്പോ ഇത്രയൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല അപ്പൊ അതൊക്കെ ഒരു ബന്ധങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നല്ലതാണ് പറയാ. ട്ടോ അതങ്ങൾ ഇവിടെ ഇരിക്കല്ലേ, ഇവിടെ ഇരിക്കുക വർത്താനം പറയാ. എന്താ ഇത്ര പറയാനുള്ളത് മാഷേ? എന്താ പറയാനുള്ളത്? നിങ്ങൾ കഴിഞ്ഞ ഇതില് നിങ്ങൾ താമസിച്ച സ്ഥലത്ത് എന്താ മോനെ പെണ്ണ് ഇട്ടത്, അവിടെ പെണ്ണ് ഇങ്ങനെ മുടക്കലൊക്കെ ഉണ്ട്, കല്യാണം മുടക്കലൊക്കെ ഉണ്ട് അല്ലേ അവിടെ ആ ഭാഗത്ത്? അല്ല അങ്ങനെ പറഞ്ഞിട്ട് അല്ല, ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ഇവിടെ ഇപ്പൊ എത്ര മോശപ്പെട്ട ആൾക്കാരെ വെച്ചാലും പെണ്ണൊക്കെ കിട്ടും. അതൊന്നും കുഴപ്പമില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾക്കാരൊന്നും അല്ല ഇവിടെ. എല്ലാം കൊണ്ടും നല്ല തന്നെ. പണി എന്തെങ്കിലും അന്വേഷിക്കണോ? ഹലോ, രണ്ടാൾക്കും ഒരു കാര്യം ചെയ്യോ? എണീക്ക്, നിങ്ങൾ പൊക്കോ. എണീക്കണോ? ചൂടാക്കണ്ട, പരിചയപ്പെട്ടില്ലേ? കടന്നു പാട്. അല്ല ഞാൻ ഒന്നും കടന്നു പോകാൻ അങ്ങട് വർത്തമാനം പറയാൻ നിൽക്കാതെ പോയിക്കോ പോയിക്കോ, വേഗം പോയിക്കോ. ചെരുപ്പൊക്കെ കിട്ടോ? ചെരുപ്പൊക്കെ കിട്ടും. പട്ടീനെ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ ചങ്ങായി ഇങ്ങനെ കിടന്ന് കുരക്കണം? വെടക്കായില്ലോ ഒരാള് കിടന്ന് കുറച്ചാ പോലെ ഇവിടെ കുറക്കുണ്ട്. പട്ടീനൊന്നും പറയല്ലേ, പട്ടീനൊന്നും പറയല്ലേ. പോയിക്കോ പോയിക്കോ. ആ ഗേറ്റ് ഇറങ്ങി കൈ മേടിച്ച് വേണ്ട, പോയിക്കോ. നിങ്ങളൊക്കെ ഒരു മനുഷ്യന്മാര് വലിഞ്ഞു കയറി വരുന്നു കഴുതകള്. നീ ഒന്നും പറയണ്ട. എന്തായാലും പറയണേ? എന്താണ്ടൊക്കെ പിച്ചുമ്പേയും പറയുന്നുണ്ട്. നീ പറയണ്ട, പറയണ്ട, പോയിക്കോളൂ. തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. കണ്ട കടലൊക്കെ ഉമ്മർത്തിരുന്നിട്ട് വെറുതെ ഈ നാട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിടുത്തം കൊടുക്കാൻ ഞാൻ നന്നായി. കോയക്കാട് വരുന്നേ. ഞാനേ പുതിയ അയൽവക്കം വന്നിട്ടുണ്ടല്ലോ. അതെ, ഒരാഴ്ചയായിട്ട് ബിറ്റനും കൂടെ ഒന്നും കാണലൊന്നുമില്ല. ഞാൻ വിചാരിച്ചെന്നാ പുതിയതായിട്ട് ഇങ്ങനെ ആവുമ്പോ ഒരു പരിചയക്കുറവിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതെ, എന്നാ അത് വേണ്ട, നമുക്ക് അങ്ങനെ ഒന്ന് പരിചയപ്പെടാലോ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് ഓരോടൊക്കൊന്ന് ചെന്നാണ് എന്റെ രാഘവ. ആദ്യം അങ്ങോട്ട് ഇറക്കിണ്ട്. എന്താ ഞാൻ ഒരു അക്ഷരം മിണ്ടിയില്ല. ഞാൻ എന്താ വിശേഷങ്ങൾ പോയേ, നമ്മള് നാട്ടുകാർ പറഞ്ഞ അങ്ങനല്ലേ, ഒരു വേറിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ വെച്ചിട്ട് ഞാനൊന്ന് അങ്ങോട്ട് വർത്താനത്തിന് കയറി കുത്തിയിരുന്ന്. അതാണ് ഇപ്പൊ ഞാൻ കാട്ടിയൊരു തെറ്റ്. ഇയാള് വർത്താനം അങ്ങോട്ട് പറഞ്ഞിട്ട് കിണറ്റെന്ന് കയറ്റിയ പയ്യനെ മാരി എന്റെ നേരെ അങ്ങോട്ട് ഒരു ചാട്ടം. ഞാനിപ്പോ അങ്ങോട്ട് പോയെന്ന് റെസിഡൻസ് അസോസിയേഷൻ മെമ്പർഷിപ്പ് ചേർക്കാൻ വേണ്ടിട്ട്. കോയക്കാ, ഞാൻ ബന്ധു. അതെ അതെ, ആ കിണറിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഫസ്റ്റ് വളവിൽ ഒരു പച്ച ഗേറ്റ് കാണും. അത് തന്നെ. മറ്റേ ആക്രിയൊക്കെ പെറുക്കി വെക്കണ കോയയില്ലേ, ആ വീടിന്റെ തൊട്ട് തെക്കേ വീട്. ശരിയെന്നാ. ആരാടാ? ഇതാ ബ്രോക്കർ സുഗതനാണ്. ആ കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ പുള്ളി ഒന്ന് അച്ഛനെ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എത്തി. വരട്ടെ.
ഹലോ 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 ആ വണ്ടി അവിടെ ഇരുന്നോട്ടെ, വണ്ടി അവിടെ വെച്ചാ മതി. ഓ നമസ്കാരം. നമസ്കാരം. ഇരിക്കും. എന്തായി? ഭയങ്കര ചൂടില്ലേ? ആ നല്ല ചൂടാ. ഇപ്പൊ നല്ലൊരു സംഭാരൊക്കെ കിട്ടിയാലേ ഒരു സുഖ. പോണ വഴിക്ക് അവിടെ ഒരു കടയുണ്ട്, ആ അവിടെ തിരുവിലൊരു കടയുണ്ട്, അവിടെ നല്ല സംഭാരമൊക്കെ കിട്ടും. അതെ. അപ്പൊ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ? ആ എന്റെ സത്യ സാറേ, ഞാൻ പെണ്ണിന്റെ വീട്ടിൽ പോയി കുട്ടീനെ കണ്ടു. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ മോന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. കുട്ടിക്കും താല്പര്യമായി, വീട്ടുകാർക്കും താല്പര്യമായി. അപ്പൊ ഞാൻ എല്ലാ ഡിമാൻഡുകളും പറഞ്ഞു. സാറ് പറഞ്ഞ പോലെ തന്നെ 101 പവനും 51 ലക്ഷം ഉറുപ്പിയും തരാൻ അവര് തയ്യാറാ. അപ്പൊ കാറിന്റെ കാര്യം പറഞ്ഞില്ല? അല്ല, ഇവിടെ പുതിയ ഇനോവ മേടിച്ച കാര്യം ഞാൻ അവിടെ പറഞ്ഞു. അതുകൊണ്ടെന്താ കാര്യം? അവര് തരേണ്ട കാർ അവര് തന്നെ തരണ്ടേ? അല്ല, കുട്ടിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടാവും. ഫോട്ടോ ഉണ്ട്. ഇത് കുട്ടി എന്ന് പറഞ്ഞിട്ട് തള്ളയല്ല, അച്ഛന് വേണമെങ്കിൽ കെട്ടാൻ പറ്റുമത്. എനിക്ക് പറ്റുമെന്നാ? അപ്പൊ സാറ് ചെറുപ്പക്കാരനാന്ന് പറഞ്ഞിട്ട് 10-40 വയസ്സായാലോ? എന്നാലും മനുഷ്യന്റെ വട്ടത്തുകൊണ്ട് നടക്കണ്ടേ? ഇത് കുഴപ്പമൊന്നുമില്ലടാ. കല്യാണം കഴിഞ്ഞാ പിന്നെ എന്ത് സൗന്ദര്യമാണ്, അതിലൊന്നും ഒരു കാര്യമില്ല. കല്യാണം കഴിഞ്ഞ സൗന്ദര്യമൊക്കെ കുറഞ്ഞു വരിക ചെയ്യാ. മാത്രമല്ല, അവിടുന്ന് കിട്ടുന്ന സ്ത്രീധനം അത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അത് കൂടുക ചെയ്യാം. അപ്പൊ അത് ബാലൻസ് ആയിക്കോളൂ അല്ലേ? പിന്നല്ലേ ബാലൻസ് ആകൂലേ? എന്നാലോചിക്കാം. അല്ല, ഇനി വേറൊരു കാര്യം, പിന്നെ വീട്ടില് മക്കൾ എത്ര പേരാ? 3 പേരാണ്. 3 പേര്. പെൺകുട്ടിയായിട്ട് ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. ഇവിടെ മൂത്തത് 2 ആണുങ്ങളാ. അവര് ഭാര്യ കുട്ടികളൊക്കെ ആയിട്ട് അമേരിക്കയിലെ സെറ്റിലാ. നല്ല നിലയില്ല അവര്. അപ്പൊ പോയിട്ട് തീരുമാനിക്കല്ലേ? എന്താടാ? ഓ കുഴപ്പമില്ല, എന്നാ പിന്നെ അത് നോക്കാം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഞായറാഴ്ച പോവാം. ഇപ്പൊ ഞായറാഴ്ച വരെ നീട്ടണമെന്നൊന്നുമില്ല. അല്ലടാ, നാളെ പോവാണെങ്കിൽ വേണമെങ്കിൽ നാളെ പോവാം. നാളെ നമ്മള് പോകൂലേ? നാളെ പോകണം. അപ്പൊ ഞാൻ ഇന്ന് പോയിട്ട് അവിടെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു വന്നിട്ട് നാളെ പോണം. എനിക്കിനി ഒട്ടും സമയമില്ല, എനിക്ക് വേഗം പോണം. എന്നാ കേട്ടോ. അപ്പൊ എന്നാ ഞാൻ പോവാ. ശരി. എന്നാ സുധേട്ടൻ ചെല്ലേ. ശരി. അല്ല, എനിക്ക് പോണം. പൊക്കോ. അല്ല, പോണ്ടേ? എന്തേലും കൊടുക്കാനാണ്, എന്തേലും പൈസ. അല്ല, അതിനിപ്പോ കല്യാണം ഒന്നും ആയില്ലല്ലോ. അല്ല, ഇതിപ്പോ ഇങ്ങനെയാണേ, ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോ കൊടുക്കണം എന്തേലും, വണ്ടിക്കാശ് എന്തേലും. അച്ഛനൊരു കർക്കശക്കാരനാണ്, കാര്യങ്ങളൊന്നും വേണ്ട അറിയില്ല. ഒന്നും അറിയാത്തോണ്ടല്ലേ? തരും, അത് ഞാൻ അറിയാത്തോണ്ടാണ്. ഇതൊന്നും ഉഷാറായിക്കോ കേട്ടാ, ഞാൻ അധികമായിട്ട് വലിക്കണ്ട. അല്ല, പുതിയ വണ്ടി എടുത്ത് പറഞ്ഞൊരു കാറ് കാണാനില്ലോ. അത് സർവീസിന് കൊടുത്തേക്കോ, അത് 2 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. കാറ് മേടിച്ച കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതില്ലാത്തൊന്നും അല്ലല്ലോ. ചെയ്യിച്ചുണ്ടെങ്കിൽ എന്റെ കയ്യിൽ 50 രൂപ 25 കൊടുത്താൽ അതിനെന്തിനാ ചെയ്യിച്ച? അതങ്ങനെ കൊടുക്കത്. 50 രൂപ പിന്നെ 50 രൂപ വേണ്ടേ? 50 രൂപ ഉണ്ട്. എന്നാ ശരി. അപ്പയല്ലേ പെട്രോളിന്? എന്താ അവിടെ? എന്താ കോയക്ക, കൊറേ കാലയിലും കണ്ടിട്ട്. എന്താ ഈ ബൈക്കന്നെ കാണാനല്ലോ? ഞാനിവിടെ ഒരു കാര്യത്തിന് വന്നാണ്. ശരി. എന്താ പിന്നെ വിശേഷം? നല്ല അയൽക്കാരങ്ങളെ കിട്ടിയേക്കണ്. അസല ആൾക്കാരാ. അവരൊരു തല തെറിച്ച ചെക്കല്ലേ, അവനൊരു കല്യാണക്കാര്യം.
ആ 100% ഉറപ്പായി കല്യാണം ഇപ്പൊ എടുത്തിട്ടുണ്ടാവും. ഒട്ട ഗതികേട് പാവം. വടക്കം തലേന്നാ കുട്ടി. അതെ അത് ശരി. പക്ഷെ തന്തണ്ടല്ലോ ആ ആറ് പിശുക്കനാട്ടോ. ഒരു ഞാൻ ആ രസം. വീട്ടിലൊരു കാര്യത്തിന് വന്നല്ലേ, അതെ സാമാന്യ മര്യാദക്ക് വിളിച്ചിരുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരണോ? പച്ചവെള്ളം തന്നില്ലെന്നേ. ഈ ഇവിടുന്ന് കുടിച്ചോടാ എന്റെ വീടല്ലേ ഇത്? അല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എനിക്ക് വയറുവരച്ച് വെള്ളം ഞാൻ പിന്നെ ഒരു ദിവസം വരാം, ഇപ്പൊ സമയമില്ല. അല്ല നമ്മക്ക് പറ്റിയൊരു പെണ്ണുണ്ടെങ്കിൽ നോക്കണോ? ആർക്ക്? എനിക്ക് കാര്യായിട്ടാ? അതെ അല്ല ഞാൻ പറയാൻ പറ്റില്ല, പ്രായം ചെല്ലുന്നോരും ആർക്ക് എന്തൊക്കെയാ തോന്നുന്നത്. അതെ മൊയ്തീനോട് ഞാൻ അന്വേഷിച്ചു പറയട്ടെ. ഞാൻ പറയാം ഞാൻ പിന്നെ ഒരു ദിവസം വരാം. അപ്പൊ കേറില്ല. ഇല്ല ഇല്ല പിന്നെ വന്നിട്ട് കാണാം. ആയിക്കോട്ടെ ആ ഹലോ. ആ വരാ സാറേ, നമ്മള് നോക്കിയില്ലേ ആ പെങ്കൊച്ചിന്റെ ആലോചന, അത് നടക്കില്ല. അവർക്ക് താല്പര്യമില്ല. അവരിപ്പോ അവരുടെ കുട്ടീനെ കൊടുക്കണല്ലേ, ഞാൻ പറഞ്ഞത് അവര് വിശ്വസിക്കില്ലോ. അവര് രഹസ്യമായിട്ട് നിങ്ങളുടെ അയൽവക്കത്തൊക്കെ വന്നിട്ട് അന്വേഷിച്ചു. ആണോ? ആ നിങ്ങളുടെ അച്ഛൻ ഒരു കൂതറയാണെന്നാ അയൽവക്കക്കാർ അവരോട് പറഞ്ഞു. അച്ഛൻ കൂതറയാണെന്നാ? നിങ്ങളുടെ മകളേനെ ആ വീട്ടിലേക്ക് കെട്ടിക്കൊടുക്കണേക്കാ നല്ലതേ വല്ല അറബിക്കടലിൽ കെട്ടി താഴ്ത്തല്ലേ നല്ലത് എന്നാത്ര ആൾക്കാർ ചോദിച്ചു. ആ ഓഹോ. ആ ഇനി വേറെ ഏതെങ്കിലും ആലോചന വരട്ടെ, അപ്പൊ നോക്കാം. ആ ആ ശരി. എന്താ ആരാ? ഇതാ ബ്രോക്കർ സുഗതനാണ്. ആ എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞ കല്യാണം ഇല്ലേ, ആ പോവാ. പോവണ്ട, അവർക്ക് അതിന് താല്പര്യമില്ല എന്ന് പറയുന്നു. താല്പര്യമില്ലേ? അല്ല നമ്മള് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവര് ഓക്കെ ആണെന്നല്ലേ പറഞ്ഞത്. എല്ലാം സമ്മതിച്ചാണ് അവര്. പിന്നെ എന്താണ് പ്രശ്നം? അവര് നമ്മളെ കുടുംബത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ നമ്മള് മഹാ കച്ചറയാണ്, അച്ഛൻ കൂതറയാണ്, ചെറ്റയാണ്. പിന്നെ അച്ഛന്റെ മരുമോളായിട്ട് അവളെ ഇവിടെ കെട്ടിച്ചു വിടുന്നതിലും നല്ലതേ അറബിക്കടലിൽ കൊണ്ടുപോയി കെട്ടിത്താത്താൻ പറഞ്ഞു ആരാണ്ടാക്കാം. ഇതൊക്കെ ആരാ പറയണേന്നാവോ? ഇതാരാ പറഞ്ഞതെന്ന് എനിക്കറിയാം. നമ്മള് നേരത്തെ താമസിച്ചവിടുത്തെ അയൽവക്കക്കാരെങ്കിലും ആയിരിക്കുള്ളൂ, ഉറപ്പാണ്. അല്ല സുമേഷ് ചേട്ടാ, ഫുൾ ലോഡ് ആക്രി സാധനങ്ങളായിട്ട് 16 കിലോമീറ്ററാണ് ഞാൻ പോയത് അല്ലേ. തിരിച്ച് ഞാൻ അങ്ങോട്ട് വന്നത് കാലി അടിച്ചിട്ടാ. അതിനാണ് ഞാൻ 650 രൂപ മേടിച്ചത്. അത് വലിയ തെറ്റാണോ? എന്നാലും ഒരെന്നാലും ഇല്ല. ഇനിയിപ്പോ അടുത്ത ആഴ്ച മോളെ പറമ്പിന് തേങ്ങ ഉണ്ടാവല്ലേ? അതുകൊണ്ടാണ്ട്. അതിന് ഞാൻ തന്നെ വരണ്ടേ? അത് വരണം. അന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കോയണ്ടവിടെ ആ കോയണ്ടവിടെ ആ കോയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അയാളൊന്ന് കാണണം. എന്തിനാണ്? അയാളോട് കാര്യം സംസാരിക്കാനാ. എന്നോട് സംസാരിച്ചാ മതി. നിന്നോട് സംസാരിക്കല്ലേ, നീ അയാളെ വിളിക്കടാ. എടാപടം ഒന്നും വിളിക്കരുത് കേട്ടോ. നീ കൈ ചൂണ്ടി സംസാരിക്കരുത്. കൈ ചൂണ്ടി സംസാരിക്കും. എടാന്ന് വിളിച്ചാലൊക്കെ കൈ ചൂണ്ടും. എന്നാ നീ വിവരം അറിയും. നീ മര്യാദന്റെ ഭാഷയിൽ സംസാരിച്ചാൽ മതി. നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞോളി. അതെ സുഹൃത്തെ, നീ നിന്റെ വാപ്പാനെ കൂടെ വിളിക്കി. ബാപ്പാനോട് പറയാനുള്ള കാര്യം മോനോട് പറഞ്ഞു. വാപ്പാനോട് പറയാനുള്ള കാര്യം വാപ്പാനോട് തന്നെ പറയണം. ബാപ്പാനെ വിളിക്കാൻ സൗകര്യമില്ലെങ്കിലോ? സൗകര്യം ഉണ്ടാക്കും. നിങ്ങൾക്ക് എന്താ പറയണത്? സൗകര്യം ഉണ്ടാക്കുക തന്നെ. ഇതെന്റെ മോനാ. ഇവന്റെ കല്യാണം മുടക്കി നിന്റെ വാപ്പ. എന്റെ വാപ്പക്ക് ആക്രിപ്പണിയാണ്. കല്യാണം മുടക്കല്ലേ പണി എന്റെ വാപ്പാക്ക്. സൂക്ഷിച്ച് സംസാരിക്കണം. 101 പവനും 51 ലക്ഷം രൂപയാണ് അയാൾ മുടക്കി കളഞ്ഞത്. 101 പവന് 51 ലക്ഷം രൂപ. എന്ത് കാര്യമാണ് നിന്റെ വാപ്പയ്ക്ക്? എന്റെ വാപ്പനെ വിളിക്കണോ? വാപ്പനെ വിളിക്കാൻ സൗകര്യമില്ല. കുടുംബത്തിൽ
എന്താണ് പ്രശ്നം? മോന്റെ കല്യാണം നിങ്ങൾ മുടക്കിന്ന് ആരും ഞാൻ